സാക്ഷാൽ ആര്യാടൻ മുഹമ്മദ് വിജയിച്ച തെരഞ്ഞെടുപ്പുകളുടെ എണ്ണം 6 മലയോര മടക്കിവാണ് ആര്യാടൻ ലെഗസി മാത്രമല്ല ഷൗക്കത്തിന്റെ കൈമുതൽ. കുട്ടിക്കാലം മുതൽ കണ്ടും കേട്ടും പഠിച്ച രാഷ്ട്രീയം പയറ്റിത്തൊഴിഞ്ഞ നേതാവാണ്. പഞ്ചായത്തിൽ മത്സരം ജയിച്ച് പഞ്ചായത്ത് അധ്യക്ഷനായി അടിത്തട്ടിന്റെ പൾസറി നേതാവാണ്. മനുഷ്യവേദന മനസ്സിലാക്കുന്ന ഒരു കലാകാരനാണ്. നിലമ്പൂരിന്റെ നേതാക്കൾ ഏറ്റുമുട്ടാനിറങ്ങുമ്പോൾ രാഷ്ട്രീയം പെരുമഴക്കാലത്തെ ചാലയാറ് പോലെ കലങ്ങിമറിയുമെങ്കിലും ഒരു കാര്യം ഉറപ്പ്, അവിടെ നടക്കുന്നത് അക്ഷരാർത്ഥത്തിൽ രാഷ്ട്രീയ പോരാട്ടം. നടക്കാൻ പോകുന്നത് കാമ്പും കാതലുമുള്ള രാഷ്ട്രീയ സംവാദങ്ങൾ. ആ ജനാധിപത്യ പോരാട്ടത്തിന് അഭിവാദ്യങ്ങൾ. സ്ഥാനാർത്ഥികൾക്ക് വിജയാശംസ. ഞാൻ ചോദിക്കട്ടെ, നിലമ്പൂരിൽ എന്തെല്ലാം ദുരന്തങ്ങളുണ്ടായി? കാലവർഷത്തെ ഇത്ര ഭയക്കുന്ന വേറൊരു സമൂഹമില്ല. ഈ കവളപ്പാറയിലും അതേപോലെ പോത്തുകല്ലിലും വയനാടിന്റെ ആ പ്രശ്നവുമായി ബന്ധപ്പെട്ട് ചാലിയാറിലൂടെ ഒഴുകി വന്ന കാലുകളും തലയോട്ടികളും പോത്തുകല്ലിൽ ഇങ്ങനെ കൂട്ടിവെച്ചത് നിങ്ങൾ ആലോചിച്ച് നോക്കണം. എന്തെല്ലാം ദുരന്തം അവിടെ ഉണ്ടായി. സ്വരാജ് എന്ന വ്യക്തി അവിടെ എവിടെയെങ്കിലും വന്നോ? നിങ്ങൾ ചിന്തിക്ക്, എവിടെയെങ്കിലും വന്നോ? നിലമ്പൂരിലെ അടിസ്ഥാന ജനങ്ങൾ അനുഭവിക്കുന്ന ഏത് വിഷയമാണ് അദ്ദേഹം അഡ്രസ്? അദ്ദേഹത്തിന്റെ ഫേസ്ബുക്ക് പോക്ക് ഇന്ന് ഞാൻ പരിശോധിച്ചു. സ്വന്തം നാടാണെന്ന് പറഞ്ഞു. യെസ്, സമ്മതിക്കുന്നു. പോത്തുകല്ല് പഞ്ചായത്തിലാണ് സ്വരാജ് ജീവിക്കുന്നത്. നിലമ്പൂരിലെ ജനങ്ങളുടെ എന്ത് വിഷയത്തിനെ കുറിച്ച് ഒരു പോസ്റ്റെങ്കിലും അദ്ദേഹം ഇവിടെ ഇട്ടിട്ടുണ്ട്?